കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഏറ്റവും ഒടുവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത്. അന്ന് ഒരാൾ മരണപ്പെടുകയും 9 പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് രോഗബാധ സംബന്ധിച്ച ആശങ്ക തലസ്ഥാനത്ത് വരുന്നത്. തിരുവനന്തപുരത്തെ ആക്കുളത്തുള്ള സ്വിമ്മിംഗ് പൂളുണ്ട്. ടൂറിസ്റ്റ് വില്ലേജിലാണ് ആ സ്വിമ്മിംഗ് പൂൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെ കുളിച്ച ഒരു 17-കാരനാണ് ഈ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ 17-കാരൻ ഇപ്പോൾ ഇല്ല. ആ വാർഡിലേക്ക് മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്വിമ്മിംഗ് പൂളിലൊപ്പം കുളിച്ച 3 ആളുകളെ കൂടി ഇപ്പോൾ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. അവർക്ക് നിലവിൽ രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്നലെ ഈ സ്വിമ്മിംഗ് പൂൾ അടയ്ക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇവിടുത്തെ വെള്ളത്തിൻ്റെ സാമ്പിളുകളടക്കം ശേഖരിച്ച് ആരോഗ്യവകുപ്പ് മടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ വേണം എന്നുള്ള ആവശ്യമാണ് വരുന്നത്. ആശങ്കകൾ പരിഹരിക്കണമെന്ന ആവശ്യമാണ് വരുന്നത്. ഈ കാസർഗോഡ് സ്വദേശി കഴിഞ്ഞ 3 ആഴ്ചയോളമായി ഗുരുതരാവസ്ഥയിൽ തന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രോഗം കുറച്ചെങ്കിലും ഭേദമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാർഡിലേക്ക് ഈ യുവാവിനെ മാറ്റാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. 10 പേർ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 പേർ ഈ രോഗം ബാധിച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ ഗുരുതരമായ രോഗബാധയുള്ള ആരും തന്നെ ഇല്ല എന്നുള്ളതും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. 7 പേർ ഈ രോഗം ബാധിച്ച് മരണത്തിന് കീഴടങ്ങി എന്നുള്ളതും ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോഴുമൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഏറ്റവും അവസാനമായി AK ശശീന്ദ്രന്റെ വികസന ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപ അനുവദിച്ച് പ്രത്യേക ഉപകരണമൊക്കെ വാങ്ങി അതുപയോഗിച്ചടക്കം പരിശോധനകൾ നടക്കുന്നു എന്നുള്ളതുകൂടെ ഈ രോഗം കൂടുതൽ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. പക്ഷെ അപ്പോഴും ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ കുളത്തിൽ കുളിച്ച് രോഗബാധയുണ്ടായത് ഒരു 3-4 പേർക്ക് മാത്രമാണ് എന്നാണ് ഔദ്യോഗികമായി ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. പക്ഷെ അല്ലാത്തവർക്ക് മറ്റു 5 പേർക്ക് എങ്ങനെയാണ് ഈ രോഗം വന്നത്, രോഗത്തിലേക്ക് അവരെത്തിയത് എന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് പോലും ഇതുവരെ ഒരു വ്യക്തതയില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അമൽ തേനംപറമ്പലിനൊപ്പം കോഴിക്കോട് നിന്നും ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.